ഹലോ ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കുറേ ലിപ് ബാമുകളുടെ കാര്യവും അതേപോലെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റിയ ലിപ് ബാമുകളുടെ കാര്യം, നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം ടിന്റ് ഉള്ളതും പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റുന്ന അങ്ങനെ ഒരുപാടധികം ലിപ് ബാംസിന്റെ ഡൗട്ടുകൾ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കറണ്ട്ലി ഉള്ളതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ലിപ് ബാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാണിക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സെബാമെഡിന്റെ ലിപ് ബാമാണ്. കണ്ടോ, ഇതാണ് സെബാമെഡിന്റെ ഈ ലിപ് ബാം. ഈ ഒരു ലിപ് ബാമിനകത്ത് ഷിയ ബട്ടർ ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ള സെൻസിറ്റീവ് ലിപ്പിനൊക്കെ ഭയങ്കര നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊരു ഏജ് ലിമിറ്റ് ഇല്ലാത്ത സാധനമാണ്. ഭയങ്കര കുഞ്ഞു ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഐ മീൻ ഒരു നല്ല പ്രായം കുറവുള്ള പിള്ളേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ്. ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള കളറൊന്നും ഇല്ലാത്ത ഒരു ലിപ് ബാമാണ്. സംഭവം വളരെ നല്ല. ഇത് പിഗ്മെന്റേഷൻ മാറ്റും, നല്ല ടൈം എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പിഗ്മെന്റേഷൻ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് അധികം റീസൺസ് ഉണ്ട്. നമ്മള് എന്താ പറയുക, കാപ്പി കുടിക്കുന്നതുകൊണ്ട്, മെയിൻ ആയിട്ട് സൺ എക്സ്പോഷർ. വെയിലത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും വെയിലടിക്കുന്നതുകൊണ്ട് ചുണ്ട് കറക്കും കഴിച്ച്. അപ്പൊ സൺ എക്സ്പോഷർ കൊണ്ട് ഇതുപോലെ ലിപ്പ് കറക്കാം. അങ്ങനെ ഒരുപാട് അധികം കാര്യമുണ്ട്. അപ്പം SPF ഉള്ള നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഇടൂല, അതുപോലെ ചുണ്ടിലുണ്ട് സൺസ്ക്രീൻ വേണം. നമ്മളിപ്പോൾ സാധാരണ സൺസ്ക്രീൻ ചുണ്ടിലേക്ക് ഇടാൻ പറ്റും, എന്നാലും അതിനേക്കാളും നമ്മുടെ ലിപ് ബാമിൽ സൺസ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര നന്നായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ള കുറച്ച് സൺ പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാംസും ലിപ് ബാംസും കാണിച്ചു തരാം. എന്റെ ഇങ്ങനെയായി. ഓക്കെ, ഇത് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഇത്രയോടെ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ നല്ല ടൈം എടുക്കും, ബട്ട് റിയലി വർത്ത് ഇറ്റ്. ഭയങ്കര ഒരുപാട് പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലാത്തവർക്കും ഇത് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ആദ്യമായിട്ട് പിഗ്മെന്റേഷൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ലിപ് ബാമാണ്. ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ അങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ, സെക്കൻഡ് ആയിട്ട് വരുന്ന ഒരു SPF ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിൻഡഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. ഇതിന്റെ 2 വെർഷൻസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ റീസെന്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വെർഷൻ. ഒന്നെന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ നിവിയയുടെ ലിപ് ബാം ആണ്. നിവിയയുടെ കണ്ടോ, ഇതാണ് നിവിയയുടെ പീച്ച് ഷൈൻ എന്ന് പറഞ്ഞ ലിപ് ബാം. ഇത് നിവിയയുടെ തന്നെ ബ്ലാക്ക്ബെറി ഷൈൻ എന്ന് പറഞ്ഞ ലിപ് ബാമാണ്. ഈ പീച്ച് ലിപ് ബാം നിങ്ങൾ കണ്ടോ, അധികം വലിയ കളറൊന്നും വരുന്നില്ല, ബട്ട് ചെറിയൊരു ടിൻറ്റ്, അതായത് വലിയ ടിൻറ്റൊന്നും വേണ്ടാത്തവർക്ക് വളരെ ചെറിയൊരു ടിൻറ്റ് വരുന്ന ഒരു സാധനം എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ റീസെന്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള ലിപ് ബാമാണ്. സംഭവം ഇതിന്റെ ഒരു ഇത്തിരി ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഈ സാധനം ഭയങ്കര നല്ലതാ. ഒരു നല്ല ടിൻഡ് വരുന്നത് പോലെ നല്ല മണമാണ്. ഇത് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ലിപ് ബാം ആട്ടോ. ഈ 2 സാധനവും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനൊരു ഗോ ടു ലിപ് ബാം മാത്രം ഇടാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ പണ്ട് എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് മുന്നേ ഞാൻ മേടിച്ചിട്ടുള്ള 2-3 ലിപ് ബാം എൻ്റെ ഇരിപ്പുണ്ട്. അതിന്റെ ഇത് ഏത് ബ്രാൻഡ് തന്നെയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഏറെക്കുറെ ഒരു പന്ന പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലിപ് ബാമിന് ഒരു പ്ലംബിംഗ് ഉണ്ട് ഗൈസ്. ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ വരും. നല്ലൊരു കളറും ഉണ്ട്. അതുപോലെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു പെപ്പർമെന്റ് ഓയിലിന്റെ ആണോ എന്തൊരു ഒരു പൊള്ളലോ അങ്ങനെ എന്തൊരു ചെറിയ സാധനമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ലിപ്പിന്റെ പ്ലംബ് ചെയ്ത പോലൊക്കെ ഒരു തോന്നി. ഇത് ഏത് ബ്രാൻഡിന്റെ ആണെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഞാൻ ഈ ഒരു പാക്കേജിങ്ങിന്റെ ഭംഗി വെച്ച് ഞാൻ വിവരിച്ചൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്സിൽ പറയണം. കാരണം ഇത് ഭയങ്കര നല്ലതാണ്. പക്ഷെ SPF ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. ബട്ട് ലിപ് ബാം റിയലി ഗുഡ്. ഇനി എനിക്ക് പറയാനുള്ളത് 3 കിടിലം സാധനങ്ങളെ പറ്റിയിട്ടാണ്. റീസെന്റ് പർച്ചേസ് ആണ്. ഇത് ഭയങ്കര വൈറലായിട്ടുള്ള 3 പ്രോഡക്ട്സ് ആണ്. ബട്ട് വർക്ക്സ് ലൈക്ക് മാജിക്.
അങ്ങനത്തെ 3 പ്രോഡക്ട്സ് ആണ് ഇത്. ഞാൻ പറയാം, ഈ കംപ്ലീറ്റ്ലി അൺസ്പോൺസേർഡ് ആയിട്ടുള്ള റിവ്യൂ എന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ 3 സാധനം, സോറി ഇത് എന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് മേടിച്ചതല്ല, ഇത് നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കിട്ടിയതായിരുന്നു. ബട്ട് ഇതൊരു സ്പോൺസേർഡ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ആദ്യം തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ ഈ ഒരു ലിബാമാണ്. ഇതിനകത്ത് നമുക്ക് 1% വിറ്റമിൻ സി വരുന്നുണ്ട്, 1% അയ്യോ കണ്ണു കാണാൻ വയ്യോ എന്നൊരു സംഭവം കൊണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, എനിക്ക് വായിക്കാൻ വയ്യ ഗൈസ്. SPF 30+ ആണ് വരുന്നത്. ബ്രൈറ്റനിങ് ലിബാം എന്നാ പറയുന്നത്. ഇതിന്റെ റേറ്റ് ഇവിടെ കാണാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെന്ന് പറയുമ്പോൾ എനിക്ക് സംഭവം നല്ല ഒരു വെള്ള കളർ ഒരു ലിബാമാണ്. നല്ല മോയ്സ്ചറൈസിങ് ആണ്. എന്താ പറയാ, നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഇത്തിരി പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ, ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്നാലും ഒരു കുറ്റം പറയണമല്ലോ, അങ്ങനെ കുറ്റം പറയാൻ കണ്ട സംഭവം, നമ്മൾ ഇതൊരു അത്യാവശ്യം നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം പുറത്തിടാൻ അത്ര ഭംഗിയൊന്നുമില്ല. കാരണം ഇതിനകത്തൊരു വൈറ്റ് കാസ്റ്റ് അല്ല, ഒരു വൈറ്റ് ലെയർ ഫോം ചെയ്യുന്ന പോലെ തോന്നും. ബിറ്റ് ഞാനിപ്പോ ഇട്ട് കാണിച്ചു. ശരി, ഒരു നിങ്ങൾക്ക് ക്യാമറയിൽ കാണാനല്ല, ബട്ട് ഒരു വൈറ്റ് ലെയർ പോലെ എനിക്ക് തോന്നും. നമ്മൾ ഇച്ചിരി അത്യാവശ്യം നല്ല കട്ടി കിട്ടാലേ ഇറക്കിയുള്ളൂ. അപ്പൊ ഞാൻ ഇത്തിരി ഇടുകളിലേക്ക് ഒരു ചെറിയ വൈറ്റ് ലെയർ പോലെ തോന്നാറുണ്ട്. ബട്ട് സാധനം വളരെ വളരെ കൊള്ളാം എന്നൊരു പറയാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി 2 കിടിലം സാധനങ്ങൾ. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് പേര് എന്നോട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോഴാണ് ഒരു കോച്ച് പറഞ്ഞ, ചേച്ചി ഇത് രണ്ടിന്റെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുള്ളത്. അപ്പം റീസെന്റ് പർച്ചേസ് ആയിരുന്നു. ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ടെസ്റ്റ് ചെയ്ത് അവർക്ക് അപ്രൂവൽ ഉണ്ടായോണ്ടും ഞാൻ മേടിച്ചിട്ടുള്ള സംഭവമായിരുന്നു. സോ അപ്പം ഇത് പറയാം. ഇതിനകത്ത് ഇത് വിഷ് കെയറിന്റെ 2 ഒരു ലിബാമാണ്. വിഷ് കെയറിന്റെ സെറമൈഡ് ലിബാമാണ് രണ്ടും. രണ്ടിനകത്തും സെറമൈഡ്സ് ഉണ്ട് ഗൈസ്. സോ നല്ല രീതിയിൽ മോയ്സ്ചറൈസ്, നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ്, ഈ സാധനം ഭയങ്കര ഒരു ഡേ ടൈമിൽ നമുക്ക് ഇട്ടുകൊണ്ടൊക്കെ പോകാൻ പറ്റിയ ഒരു സാധനമാണ്. ഈ കസാരയിൽ നിന്ന് ഒരു വൃത്തിയുടെ സൗണ്ട് വരുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സാധനമാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പം ഇതിനകത്ത് തന്നെ നാച്ചുറൽ എന്ന് പറഞ്ഞ സംഭവമാണ് വരുന്നത്. വിഷ് കെയറിന് തന്നെ ഈ സെറമൈഡ് ലിബാമിന്റെ ഒരു നാച്ചുറൽ എന്ന് പറഞ്ഞൊരു സംഭവം. ഇതിനകത്ത് വരുന്നത് സെറമൈഡ്സ്, കോജിക് ആസിഡ്, നയസിനമൈഡ്, കൊക്കോ ബട്ടർ, SPF 50, PA 3+, ലൈറ്റൻസ് ആൻഡ് പ്രൊട്ടക്ട്സ്. SPF 50 വരുന്നുണ്ട്, PA പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ഇതിനകത്ത് കോജിക് ആസിഡ് ഉണ്ട്. കോജിക് ആസിഡ് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ കുറയ്ക്കും. അതുപോലെ സെറമൈഡ്സ് ഹൈഡ്രേറ്റ് ചെയ്യും, നയസിനമൈഡ് പിഗ്മെന്റേഷൻ കുറയ്ക്കും, സ്കിന്നെ കാം ചെയ്യും, കൊക്കോ ബട്ടർ നറിഷ് ചെയ്യും. അപ്പോൾ ഡ്രൈ ചാപ്ഡ് ലിപ്സിനും പ്ലസ് ഒരു നല്ല ഒരു SPF ഉള്ള ലിബാമാണ്. ഇതിനങ്ങനെ കളറും കാര്യങ്ങളൊന്നുമില്ല, ഒരു സിമിലർ സംഭവം നമ്മുടെ ഒരു ഡീകൺസ്ട്രക്ഷന്റെ ലിബാമായിട്ട് സിമിലർ. പക്ഷെ ആ ഒരു വൈറ്റ് കാസ്റ്റ് സാധനം ഇതിനില്ല ഗൈസ്. ഇത് ഒരു പകൽ ടൈമിൽ നിങ്ങൾക്ക് ടിൻഡ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ലിപ്പ് മാത്രം മതിയെങ്കിൽ ദിസ് ഇസ് ഫോർ യു. ഇനി മുട്ടായുടെ മണമാണ്. എനിക്ക് ചെറുതായിട്ട് നക്കി തിന്നാനുള്ളൊരു തോരയൊക്കെ ഉണ്ട്, പക്ഷെ നോ, നക്കി തിന്നൊന്നും ചെയ്യരുത്. പക്ഷെ എനിക്ക് ഒരു നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് തോന്നി. ഇനി എക്സാക്ട് സെയിം ലിബാമിന്റെ ടിൻഡഡ് വെർഷൻ, ഞാൻ ഇതിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഇടാം. അപ്പൊ നിങ്ങൾ ഫുൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും കാണില്ലല്ലോ, പിന്നെ പറ്റി ഞാൻ ഒരു ഷോർട്സും കൂടി ഇടാം. ഇതൊരു ടിൻഡഡ് വെർഷൻ, എക്സാക്ട് സെയിം ലിബാം, അതേ സെറമൈഡ്സ്, കോജിക് ആസിഡ്, നയസിനമൈഡ് പ്ലസ് മറ്റേത് കൊക്കോ ബട്ടർ, കൊക്കോ ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ ഇത് വാട്ടർമെലൻ ആണ്. SPF 50, PA 3+, ലൈറ്റൻസ് ആൻഡ് പ്രൊട്ടക്ട്, സെയിം സാധനം ബട്ട് ടിൻഡഡ് വെർഷൻ. ഇതാണ്ടേ ഒരു ചെറിയ ലൈറ്റ് ടിൻഡ് വരുന്ന സംഭവം. ലിബാം ലൈറ്റ് സ്കിൻ ചുണ്ടിന്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്ന ലിബാം പ്ലസ് ടിൻഡുള്ള ലിബാം. ഒരു ഭയങ്കര ഷിയർ ആയിട്ടുള്ള ഒരു ടിൻഡാണ്. അങ്ങനെ വലിയ കളറൊന്നുമില്ല, ബട്ട്
എനിക്കൊരു സുഖമുണ്ട്. ഞാൻ ഈ ലിപ് ബാം എപ്പോഴും ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ലിപ് ഗ്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. കാരണം എനിക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ലിപ്സാണ്. ഇത് ഉള്ളത് ഭയങ്കര, ഇത് ഇട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഡ്രൈ ലിപ്സ് വന്നിട്ടില്ല കേട്ടോ. ഞാൻ അത് പറയാം. എനിക്ക് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഉണ്ടോ, ടിൻഡ് ഉണ്ടോ, നല്ല ടിൻഡുള്ള പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ലിപ് ബാം. ഒരുപാട് പേരെന്നോട് ചോദിച്ചാണ് ടിൻഡഡ് ആയിട്ടുള്ള സ്കിൻ ഡാർക്ക് ആവാത്ത, ലിപ്സ് ഡാർക്ക് ആവാത്ത ലിപ് ബാം. ഈ സാധനം അപ്രൂവ്ഡ് ആണ് ഗൈസ്, അത്രയും കിടില്ല. അപ്പൊ ഇതാണ് എന്റെ അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം. ബാക്കി ഉള്ളതൊക്കെ എവിടേക്കോ കിടക്കുവാണ്. എന്നാലും ഇതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ടൈപ്പ് നല്ല ലിപ് ബാമുകൾ. ഇനി നിങ്ങൾക്ക് ലിപ്പിന് പിഗ്മെന്റേഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മിക്ക എല്ലാവരും ലിപ്പ് ലൈറ്റൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിപ്പിന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിപ് ബാം വാസ്ലീൻ ആയിരിക്കും. വാസ്ലീൻ എന്ന് പറയുന്ന പെട്രോളിയം ജെല്ലിയാണ്. അത് പകല് സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വെയിലുണ്ടല്ലോ, UV റേസ് പെട്രോളിയം ജെല്ലി അട്രാക്ട് ചെയ്യും, സൺബേൺസ് ഉണ്ടാവാനും ചുണ്ട് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ല ഫുൾ വീഡിയോ അല്ല, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടിയിൽ ഫുൾ കമന്റ്സിൽ എനിക്ക് ഇതേ ഇഷ്യൂ വന്നു എന്നുള്ള സംഭവമായിരുന്നു. സത്യമാണ് ഗൈസ്. അതുകൊണ്ട് വാസ്ലിൻ നല്ലൊരു ഇതാണ്, നല്ല മോയ്സ്ചറൈസിങ്. പക്ഷേ നൈറ്റ് ടൈം മാത്രം അപ്ലൈ ചെയ്യുക, ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാതിരിക്കുക, പണി കിട്ടും ഗൈസ്. പണി കിട്ടും. അതുകൊണ്ട് തന്നെ വാസ്ലിൻ അങ്ങനെ യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങൾ കാപ്പി നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല, നമ്മുടെ വികാരമായ ഒരു ആഹാരമാണ്. പക്ഷേ ഇത്തിരി കുറച്ച് നോക്കുക, അതാണ് ലിപ്പിന്റെ ഒരു പിഗ്മെന്റേഷൻ്റെ. പിന്നീട് ഒരുപാടധികം റീസൺസ് ഉണ്ട്. നമ്മൾക്ക് എന്താ പറയാ, നമുക്ക് ഒരു സ്മോക്കിംഗ് ഭയങ്കര റീസൺ ആണ്. ഡോണ്ട് സ്മോക്ക്. ഓക്കെ, സ്മോക്കിംഗ് ഭയങ്കര വലിയ റീസൺ ആണ്. അപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് നല്ല ലിപ്സ് ഡാർക്ക് ആവും. അതുപോലെ നമുക്ക് പല വിറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് പല അസുഖങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഇതെല്ലാം പിഗ്മെന്റേഷൻ വരാനുള്ള കാരണങ്ങളാണ്. ഇങ്ങനെ ടൺസ് ഓഫ് കാരണൻസ് ഉണ്ട് പിഗ്മെന്റേഷൻ വരാൻ. ഈ നാച്ചുറൽ ആയിട്ടുള്ള ഡാർക്ക് ലിപ്സ് അതൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ വരുന്ന ഡാർക്ക് ലിപ്സ് നമുക്ക് ഭയങ്കര ഡാമേജിങ് ആണ്. അപ്പൊ അത് മാറ്റാനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ കുറെ പേര് കമന്റ്സ് വരും, നിങ്ങൾ കറുത്ത ചുണ്ടിന് എന്തുവാണ് കുഴപ്പം? അത് കറുത്ത ചുണ്ടിനോ കറുത്ത സ്കിൻ ടോണിനോ ഒരു പ്രശ്നമില്ല. എല്ലാ സ്കിൻ ടോണും എല്ലാം ഓക്കെ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അത്രയും ഭംഗിയാണ്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ വെളുപ്പിക്കാനോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ബിക്കോസ് എനിക്കറിയാം ഓരോ സ്കിൻ ടോൺ അവരവരുടെ രീതിയിൽ ഭയങ്കര ഭംഗിയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഞാനല്ല. ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാഡ് ആയിട്ടുള്ള ഹെൽത്ത് അല്ലെങ്കിൽ മോശമായ ഹെൽത്തിനെ എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ചില ഇതുപോലത്തെ ഡാർക്ക് ലിപ്സ് നിങ്ങൾക്ക് വരുന്ന പല അസുഖങ്ങളുണ്ട്, ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടുമായിരിക്കും. അത് റിപ്പയർ ചെയ്യാനുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ അതുപോലെ പല സ്കിൻ ഇഷ്യൂസും സ്കിൻ ഡാമേജ് കൊണ്ട് വരുന്നതാണ്. സ്കിൻ ഡാർക്കനിങ് അല്ലെങ്കിൽ ടാൻ വരുന്നെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് സ്കിൻ ടോൺ ഡാർക്ക് ആവുമല്ലേ, അത് ഡാർക്ക് സ്കിൻ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നം. നോ, അത് സ്കിൻ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ്, ഹെൽത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ്. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിരി ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഈ കാര്യം മനസ്സിലാവും. സോ അത് ചെയ്യാൻ നോക്കുക, ഹെൽത്ത് നല്ല രീതിയിൽ നോക്കുക. ഓക്കെ, അപ്പൊ ലിപ് ബാംസ് ഒക്കെ മനസ്സിലായാലും ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ തപ്പി പിടിച്ച് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. റേറ്റും ഞാൻ കൊടുക്കാം. ഓക്കെ, ബൈ. ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. ഓക്കെ, ബൈ.